ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ ആട്ടോ. ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകുന്നത് കണ്ടാലോ? അമ്പലത്തിൽ പോകുന്നത് കണ്ടാലല്ല, അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയത് കണ്ടാലോ? ഓക്കെ. അപ്പോൾ ഞാൻ മുഖമൊക്കെ നല്ലോണം തുടച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് പൗഡർ ഇട്ടു കേട്ടോ. ഞാൻ ഇന്ന് വേറെ ഒന്നും ചെയ്തിട്ടില്ല, സൺസ്ക്രീനോ ഫിൽറ്ററോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ പൗഡറൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാജൽ എഴുതി കൊടുക്കാം. ഞാൻ ഹിമാലയയുടെ കാജലാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ കണ്ണെഴുതില്ലായിരുന്നു. നേരത്തെ ഞാൻ കണ്ണെഴുതുമായിരുന്നു. ഒരു +2 ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ വരെ ഞാൻ കണ്ണെഴുതുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണെഴുതൽ അങ്ങ് നിർത്തിയായിരുന്നു. പിന്നെ അപൂർവം ചില വീഡിയോസിലൊക്കെ കാണാൻ പറ്റും, ചില റീൽസിലൊക്കെ ഞാൻ കണ്ണെഴുതി മേക്കപ്പ് ഇടുന്നതൊക്കെ കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഞാനങ്ങനെ കണ്ണെഴുതാറില്ല കേട്ടോ. ഇപ്പോൾ വല്ലപ്പോഴും എഴുതി. അപ്പോൾ അതാ കൺമഷി പടർന്നൊക്കെ തുടച്ചു, കണ്ണിൻ്റെ മേളിലൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കണ്ണെഴുതുന്നതാണല്ലേ ഭംഗി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നൈക്കയുടെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഡാസ്ലറിൽ ഞാൻ നൈക്കയുടെ ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടുന്നത്. അപ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടി. നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പടർന്നൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് നല്ലോണം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു കറുത്ത പൊട്ട് തൊട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടൊക്കെ തൊട്ടു. ഓക്കെ, സുന്ദരിയായിട്ടില്ലേ എന്നൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ഈ ഡ്രസ്സേ കയറി കഴുത്തിൻ്റെ അങ്ങറ്റം വരെ വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് കവിള് നോക്കുമായിരുന്നു. ഞാൻ ഡയറ്റ് ചെയ്തിട്ട് എൻ്റെ കവിളൊന്നും കുറയുന്നില്ലല്ലോ ദൈവമേ എന്ന് ഞാൻ നോക്കുമായിരുന്നു. കവിള് നല്ലതുപോലെ ചാടിയിരിക്കുന്നുണ്ടല്ലേ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കമ്മലിട്ട് കൊടുത്തു. ആ കമ്മൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനൊരു ജിമുക്ക് എടുത്തു. അമ്പലത്തിൽ പോവല്ലേ, കുറച്ച് ട്രഡീഷണലായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ജിമുക്കൊക്കെ ഇട്ട് കൊടുത്തു. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ അത് കഴിഞ്ഞ് ഒരാൾ ക്യാമറയുടെ ഫ്രണ്ടിലേക്കൊക്കെ വന്നു. ഞാൻ ചോദിക്കുമായിരുന്നു, എന്താ ബട്ടൺസൊക്കെ തുറന്നിട്ടേക്കുന്നതെന്ന്. ചൂടാണെടി, വേവോ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഓട്ടോറിക്ഷയ്ക്കാണ് കേട്ടോ പോകുന്നത്, കാരണം പുള്ളിക്ക് ഓടാൻ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് ഇറങ്ങി. ആ വല്യമ്മ എൻ്റെ കൈ നോക്കാൻ വരാൻ നേരത്ത് ഇങ്ങനെ, മോളെ മഹാലക്ഷ്മി, ഞാൻ മഹാലക്ഷ്മിയല്ല, ഞാൻ രേഖ എന്തൊക്കെയോ പറയാൻ വന്നു. ഞാൻ പറഞ്ഞൊന്ന് നോക്കിയൊന്നും വേണ്ട, കുറച്ച് 20 രൂപയുണ്ട് എടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. എന്തൊരു വിശപ്പായിരുന്നു, എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണാൻ പറ്റാതെ ആയിപ്പോയി, അത്രയ്ക്ക് എനിക്ക് വിശന്നു. വന്നപ്പോൾ തന്നെ ഒരു പഴം എടുത്ത് കഴിച്ചു. ഭയങ്കര വിശപ്പ്, എന്താണെന്നറിയില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഇത് ഞാനൊന്നും ഉണ്ടാക്കിയില്ല, മടിയായിപ്പോയി. പിന്നെ വന്നപ്പോൾ 10 മണിയായി, പിന്നെ ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല. പിന്നെ പഴം കഴിച്ചു. ആർത്തി മൂത്ത് കഴിച്ചതുകൊണ്ട് തൊണ്ടയിൽ കെട്ടി കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉണ്ണിയപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരെണ്ണമല്ല കേട്ടോ, 2-3 ഞാൻ കഴിച്ചു. ഞാൻ ഡയറ്റിംഗ് ആണെന്നൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഡയറ്റിംഗ് ഒക്കെ തന്നെയാണ്, എന്നാലും ഞാൻ വിശന്നപ്പോൾ ഉണ്ണിയപ്പം കഴിച്ചു. പിന്നെ ഞാൻ ഷുഗർ കട്ടാ കേട്ടോ, അതിപ്പോൾ 1.5 മാസമായിട്ട് കഴിക്കുന്നില്ല. പിന്നെ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 3 കഴിച്ചു. ഞാൻ 3 ഉണ്ണിയപ്പം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഓറഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തോ ആ ഒരു മധുരം കട്ടായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് മധുരം ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ 2 അല്ലേ കഴിച്ചുള്ളൂ. അപ്പോൾ ഓറഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വയറൊക്കെ നിറഞ്ഞു, ഫുള്ളായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്മലൊക്കെ മാറി, ഡ്രസ്സൊക്കെ മാറി. ഇനിയൊന്ന് കിടന്നാൽ മതി, ആഹാ, അപ്പോൾ കിട്ടുന്നൊരു സുഖം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക്